കുട്ടിക്കാലത്ത് ഭയം നിറഞ്ഞ ഒരകൽച്ചയായിരുന്നു എനിക്ക് അച്ഛനുണ്ടായിരുന്നത്. അച്ഛൻ്റെ ആ തിരക്കുള്ള ജീവിതവും അതിനിടയ്ക്ക് വളരെ അപൂർവമായിട്ട് ഞങ്ങൾ തമ്മിലൊന്ന് അച്ഛൻ മകൻ ബന്ധം അങ്ങനെ ഇരിക്കാനൊക്കെ കഴിഞ്ഞിട്ടുള്ളൂ. വീട്ടിൽ വന്നാൽ എഴുത്തിൻ്റെ ലോകത്താണ് അച്ഛൻ മിക്കവാറും, അല്ലെങ്കിൽ സുഹൃത്തുക്കളൊപ്പമായിരിക്കും. അങ്ങനെ ഇരിക്കുന്ന സമയത്ത് മക്കളെ ലാളിക്കാനോ ഞങ്ങളുടെ എല്ലാ കാര്യങ്ങളും ശ്രദ്ധാപൂർവ്വം നോക്കാനൊന്നും അച്ഛന് കഴിഞ്ഞിട്ടില്ല. അച്ഛൻ ആദ്യമായിട്ട് എന്നെ ശാസിക്കുന്നത് ഞാൻ ഈ ഒറ്റത്തോർത്തെടുത്ത് നടക്കുമായിരുന്നു. അപ്പം അച്ഛൻ്റെ അതിഥികൾ ധാരാളം പേര് വരുമ്പോൾ അച്ഛൻ്റെ മകൻ ഇങ്ങനെ ഒറ്റത്തോർത്തെടുത്ത് നടന്ന് അച്ഛന് അത്ര രസിച്ചിട്ടില്ല. ആകെ എന്നെ ഒരു തവണ അച്ഛൻ തല്ലിയിട്ടുള്ളൂ. അത് നുണ പറഞ്ഞതിനാണ്. കുട്ടിക്കാലത്ത് അടുത്ത വീട്ടിൽ പോയി ഭക്ഷണം കഴിച്ചു. എന്നിട്ട് തിരിച്ചു വന്നപ്പോൾ എന്നെ കാത്തിരിക്കുകയായിരുന്നു ഊണ് കഴിക്കാനായിട്ട്. അപ്പം നീ എവിടെയായിരുന്നു ചോദിച്ചപ്പോൾ ഞാൻ അടുത്ത വീട്ടിൽ കളിക്കാൻ പോയി എന്നാണ് പറഞ്ഞത്. പക്ഷേ നിൻ്റെ വയറ് വീർത്തിരിക്കുന്നല്ലോ, നീ ഊണ് കഴിച്ചോന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു ഇല്ലയെന്ന്. അപ്പോഴും എൻ്റെ വേഷം ഈ ഒറ്റത്തോർത്താണ്. അപ്പോൾ ആ നുണ പറഞ്ഞതിന് പച്ചകീർക്കിലി വെട്ടി രണ്ടായിട്ട് കീറി പിണഞ്ഞിട്ട് അതുകൊണ്ട് രണ്ടടി അച്ഛൻ തന്നു. ഈ മരത്തിൻ്റെ വേരുകൾ മണ്ണിനെ അള്ളിപ്പിടിക്കുന്ന പോലെ ആദ്യം കിട്ടിയ തല്ലിൻ്റെ വേദന എൻ്റെ മനസ്സിനെ അള്ളിപ്പിടിക്കുന്നു. പക്ഷേ ഇന്ന് ഈ മരം ഇപ്പോൾ തരുന്ന ഈ തണൽ ആ സംഭവത്തിൻ്റെ ഒരു മധുരതരമായ അനുഭവമാണ് എൻ്റെ മനസ്സിൽ നിൽക്കുന്നത്. ഞാൻ ശരിക്കും ജീവിതത്തിലേക്ക് കാല് വച്ച് വരുമ്പോൾ അച്ഛൻ്റെ ആ ഇല്ലായ്മ എന്നെ വല്ലാണ്ട് അലട്ടിയിട്ടുണ്ട്. ആ സമയത്തൊക്കെ അന്ന് തല്ലാൻ ഉണ്ടായിരുന്നത് പോലെ ഇന്നും അച്ഛൻ കൂടെ ഉണ്ടായിരുന്നെങ്കിൽ എന്നുള്ള ആ കാത്തിരിപ്പുണ്ടല്ലോ, അച്ഛനെ വരാൻ വേണ്ടിയുള്ള കാത്തിരിപ്പ്, അത് ഒരുപാട് എനിക്കിഷ്ടമാണ്. അച്ഛൻ ജനിച്ചത് ആലപ്പുഴ ജില്ലയിലെ വയലാർ ഗ്രാമത്തിൽ കളപ്പാട്ട് മഠം കേരളവർമ്മയുടെയും അംബാലിക തമ്പുരാട്ടിയുടെയും ഏക മകനായിട്ട് ആണ് ജനിച്ചത്. പക്ഷേ ഇന്ന് എല്ലാ സൗഭാഗ്യങ്ങളും കഴിഞ്ഞിട്ട് ഇടിഞ്ഞു പൊളിഞ്ഞ ഓർമ്മകൾ പോലെ ഈ അടിത്തറ മാത്രമേ ശേഷിക്കുന്നുള്ളൂ.